ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബൊഗെൻവില്ല പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബൊഗെൻവില്ലയിൽ ഫ്ലവറൊന്നും വരുന്നില്ല, നിങ്ങൾ എന്തെല്ലാം വളങ്ങളാണ് കൊടുക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ബൊഗെൻവില്ലയെ കുറിച്ചിട്ട് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. വളരെ ഈസി ആയിട്ട്, പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും ആവശ്യമില്ലാതെ എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ബൊഗെൻവില്ല. അതായത് നമ്മുടെ പഴയ കടലാസ് ചെടി. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും വീട്ടിൽ ഒരു പ്ലാന്റെങ്കിലും ബൊഗെൻവില്ല ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത്രയ്ക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റായി മാറിയിരിക്കുകയാണ് നമ്മളെ കടലാസ് ചെടി. അപ്പോൾ നമ്മുടെ പ്ലാന്റിൽ നന്നായിട്ട് ഫ്ലവർ വരാൻ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സൺലൈറ്റാണ് കേട്ടോ. അതായത് സൺലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റിൽ നമ്മൾ എത്ര കെയർ ചെയ്തിട്ടോ എത്ര വളം ചെയ്തിട്ടോ ഒരു കാര്യമില്ല. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ബൊഗെൻവില്ലയിൽ നല്ലോണം ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ ആരെങ്കിലും തണലത്ത്, അതായത് ഷെയ്ഡിലാണ് പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം നല്ല ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടണം. മാക്സിമം എത്ര മണിക്കൂർ കിട്ടണോ അത്രയും നല്ലതാണ് നമ്മളെ പ്ലാന്റിന്. അപ്പോൾ വേഗം വെയിലത്തേക്ക് എടുത്ത് വെച്ചോളൂ കേട്ടോ. രണ്ടാമത്തെ കാര്യം പ്രൂണിങ് ആണ്. പ്രൂണിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഹാർഡ് പ്രൂണിങ്ങും അതേപോലെ സോഫ്റ്റ് പ്രൂണിങ്ങും. ഹാർഡ് പ്രൂണിങ് നമുക്ക് 2 സമയത്ത് ചെയ്യാൻ പറ്റും. അതായത് മഴ തുടങ്ങുന്നതിന് മുന്നേയും അതേപോലെ മഴ അവസാനിച്ച ശേഷം. ഞാൻ എൻ്റെ പ്ലാന്റ്സിൽ ഹാർഡ് പ്രൂണിങ് ചെയ്തത് നവംബറിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിസംബർ ലാസ്റ്റായപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് പ്രൂണിങ്ങും ചെയ്തു കേട്ടോ. കാരണം ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്ലാന്റ് വീണ്ടും വളർന്ന് കോല് പോലെയായി. അപ്പോൾ ഞാൻ വീണ്ടും ആ വളർന്ന ശിഖരങ്ങളൊന്നും കൂടെ കട്ട് ചെയ്തു. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരാനുള്ള ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം. അത് നമ്മളടുത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കൊടുക്കാം കേട്ടോ. ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ജൈവവളം കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് NPK പോലത്തെ രാസവളങ്ങളും കൊടുക്കാം കേട്ടോ. NPK കൊടുക്കുമ്പോൾ നമ്മൾ ഗ്രോത്തിനുള്ള 30-10-10 എന്ന റേഷ്യോയിലുള്ള NPK കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന പിന്നെ ജൈവവളമാണ് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. വളം കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചട്ടിയിലെ മേൽമണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. വേരുകളൊന്നും പൊട്ടിപ്പോകരുത്. ചെറിയ വേരുകൾ പൊട്ടിപ്പോയെന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല. നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ നന്നായിട്ട് എയർ സർക്കുലേഷൻ വേരുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇങ്ങനെ ചെയ്താലാണ് വേരുകൾക്ക് പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 ദിവസം തുടർച്ചയായിട്ട് നനയ്ക്കണം. എല്ലാ ദിവസവും നനയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 8 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേന് നമ്മളെ പ്ലാന്റ്സിൽ നന്നായിട്ട് ലീഫുകളൊക്കെ വന്ന് തുടങ്ങും. ലീഫുകളൊക്കെ വന്ന് ഒരു 4 ഇല അല്ലെങ്കിൽ 5 ഇല പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് DAPയും പൊട്ടാഷ്യം കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. 10 ഇഞ്ച് പോട്ടുകളാണ് എൻ്റേത്. അതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ വീതമാണ് ഓരോ ചെടിച്ചട്ടിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രാവശ്യം വളം ചെയ്യുമ്പോഴും പോട്ടിലെ മേൽമണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം വളം കൊടുക്കുക. വളം കൊടുക്കുമ്പോൾ ഒരിക്കലും ചെടിയോട് ചേർന്നിടരുത്. ചട്ടിക്ക് ചുറ്റിലുമായിട്ട് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വളം ഒരിക്കലും കൂടിപ്പോകരുത്. പ്രത്യേകിച്ച് രാസവളം നമ്മൾ ചേർക്കുമ്പോൾ കൂടിപ്പോയാൽ നമ്മളെ പ്ലാന്റ് തന്നെ നശിച്ചു പോവും. അപ്പോൾ വളം കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ കൂടരുത്. പിന്നെ നമ്മളെ പോട്ടിൻ്റെയും അതേപോലെ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ വളം ചെയ്താൽ മതി കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വളം ചെയ്തതിന് ശേഷം ഒരാഴ്ച തുടർച്ചയായിട്ട് നനയ്ക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നിടവിട്ടോ 2 ദിവസം കൂടുമ്പോൾ, അതായത് നമ്മൾ വെള്ളം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം പ്ലാന്റിന് കൊടുക്കാൻ. എന്നാൽ മാത്രമേ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുള്ളൂ.
ഫ്ലവർ വരാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റിലെ ഫ്ലവറൊക്കെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവും. ഏകദേശം ഒരു 6 മാസക്കാലം നമ്മളെ ബൊഗൈൻവില്ലയിൽ ഫ്ലവർ ഉണ്ടാകും. ജനുവരി മുതൽ മഴ തുടങ്ങുന്നത് വരേക്കും. അപ്പോൾ ഘട്ടങ്ങളായിട്ടാണ് ഫ്ലവർ വരിക. ആദ്യത്തെ സീസൺ അവസാനിച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതലാവും രണ്ടാമത്തെ സീസണിൽ വരിക. കാരണം വെയിൽ കൂടും തോറും ഫ്ലവറിൻ്റെ എണ്ണം കൂടുതലുണ്ടാകും. അപ്പോൾ എൻ്റെ പ്ലാന്റ്സിലെ ഫസ്റ്റ് സീസൺ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സീസൺ തുടങ്ങാറായി. ചിലതിലൊക്കെ പൂക്കളൊക്കെ കൊഴിഞ്ഞു, ചിലതിൽ പൂ കൊഴിയാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഫ്ലവറിങ്ങിൻ്റെ സീസൺ 2 കൊടുക്കാൻ പോവുകയാണ്. അതായത് ഒരു 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 20 ദിവസം കൂടുമ്പോൾ നമ്മൾ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ നമുക്ക് സീസൺ മുഴുവൻ നല്ല തിക്കായിട്ട് ഫ്ലവർ വരുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫെർട്ടിലൈസർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് വേറൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അതായത് ഇതൊരു ജൈവമാണ്. പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മളൊന്ന് ചെറിയ രീതിയിൽ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യണം. അതായത് പൂവ് അന്ന് കൊഴിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്താലേ പുതിയ തളിർപ്പുകളൊക്കെ വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ രീതിയിൽ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പ്ലാന്റ് പ്രൂൺ ചെയ്യുന്നതും ഫസ്റ്റ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതൊക്കെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. നമ്മൾ സോഫ്റ്റായിട്ട് പ്രൂൺ ചെയ്യുമ്പോൾ കമ്പുകളൊക്കെ ഇതേപോലെ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇനി പ്രൂൺ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈക്കൊണ്ട് വന്ന് പോയ ഭാഗം നുള്ളി കൊടുത്താലും മതി കേട്ടോ. എൻ്റെ ചില പോട്ടുകളിൽ ഭയങ്കരമായിട്ട് കളകൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ മേൽമണ്ണ് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള വളം ഫ്ലവർ ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ജൈവ വളമാണ് കേട്ടോ. അടുത്തുള്ള ഒരു അഗ്രോ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഏകദേശം ഇത്രയൊക്കെ മതി. ഇത് ഞാൻ 2 പോട്ടിൽക്കായിട്ടാണ് ഇടുന്നത് കേട്ടോ. ബാക്കി ഞാൻ മറ്റൊരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മണ്ണൊന്ന് ഇളക്കി മിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലവർ കൊഴിഞ്ഞിട്ടുള്ള പ്ലാന്റുകൾക്കൊക്കെ ഈ ഫ്ലവർ ബൂസ്റ്റർ കൊടുത്തു. ബാക്കിയുള്ള പ്ലാന്റ്സിന് ഫ്ലവർ കൊഴിയുമ്പോൾ ഞാൻ ഇതേ വളം തന്നെയാണ് കൊടുക്കുക കേട്ടോ. സീസൺ 3 നമുക്ക് ഫ്ലവറിങ്ങിനായിട്ട് മറ്റൊരു വളം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയല്ലേ. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മളെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.